ഹായ് ഗൈസ്, അപ്പോൾ ഇതൊരു ടെക് ചാനലും പരിപാടിയൊന്നുമല്ല, അല്ലെങ്കിൽ അൺബോക്സിങ് വീഡിയോ എന്ന ചാനലൊന്നുമല്ല. പക്ഷേ ഒരു യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ അടിച്ചു തന്നിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ കേസാണ് ഈ മൈക്ക്. സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വീഡിയോയ്ക്ക്. ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ വിചാരിച്ച ഒരു സൗണ്ട് ഉണ്ടെന്നാണ്. പക്ഷേ ഞാൻ വീഡിയോ കണ്ടു നോക്കി കമൻറ്റുകളൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായി അതിന് സൗണ്ട് ഇല്ല. ഭയങ്കര ലോ സൗണ്ടാണ്. നമുക്ക് സംസാരിക്കുമ്പോൾ സൗണ്ടായിട്ട് തോന്നും, പക്ഷേ വീഡിയോയിൽ സൗണ്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് ഞാൻ ഒരുപാട് ചാനലുകളിൽ വീഡിയോ മൈക്കിൻ്റെ കാര്യങ്ങളായിട്ട് സെർച്ച് ചെയ്തു. പക്ഷേ എല്ലാത്തിലും ഫോർ ബിഗിനേഴ്സ് കൊണ്ട് ഞാൻ കൂടുതലാണ്ട് ബുയ മുമ്പ് പറഞ്ഞൊരു മൈക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് വാങ്ങാമെന്ന് വിചാരിച്ചു അത് വാങ്ങി. പക്ഷെ അതിനൊരു ക്വാളിറ്റി ഇല്ല. ലൈക്ക് ഇപ്പം സംസാരിക്കുന്നതിനായിട്ടും ഒരു ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള സൗണ്ടും അല്ലാണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി എനിക്ക് അതിൽ ഫീൽ ചെയ്തില്ല. ഭയങ്കര എല്ലാവരും പറയുന്നത് ബിഗിനേഴ്സിന് അത് മതിയെന്ന്, പക്ഷേ ബിഗിനേഴ്സിനായാലും അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. സോ ഞാനത് മാറ്റാമെന്ന് വിചാരിച്ചു. ഞാൻ വീണ്ടും സെർച്ച് ചെയ്തു. പക്ഷേ എല്ലാത്തിലും കൺഫ്യൂസ്ഡ് ആയിട്ട് കുറേ മൈക്കുകളുടെ തോന്നുന്നു. ബഡ്ജറ്റ് അധികമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ കുറേ ആലോചിച്ച് ലാസ്റ്റ് ഞാൻ ഒരു മൈക്ക് വാങ്ങി. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ഒരു ആവറേജ്. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ വേണ്ടി അത്യാവശ്യം കോമ്പാറ്റബിൾ ആണ്. അത് സെറ്റ് സാധനമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാനത് വാങ്ങി. ഞാൻ വാങ്ങിയിട്ടുള്ള മൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2. ലാർക്ക് M1 ഉണ്ട്, ലാർക്ക് M2 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്ക് വയ്ക്കാതെയാണ്. എൻ്റെ ഫാൻ ഫുൾ സ്പീഡിലുണ്ട്. ക്യാൻസലേഷൻ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് മൈക്ക് വയ്ക്കാതെ നോർമൽ സൗണ്ട്, നോർമലല്ല അത്യാവശ്യം ഒരു സൗണ്ട് എടുത്ത് ഞാൻ സംസാരിക്കുന്ന ഒരു ഇതാണിത്. ഇനി നമുക്ക് മൈക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ആൻഡ് ഫസ്റ്റ് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ മൈക്ക് എന്ന് പറയുന്നത്. ഹോളി ലാൻഡ് ലാർക്ക് M2 വയർലെസ് ആണ്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് ബട്ടൺ സൈസ്. ഇതിൻ്റെ മൈക്ക് വരുന്ന ഒരു ബട്ടൺ സൈസായിട്ട് നമുക്ക് ഷട്ടിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. 48 ഹെർട്സിൻ്റെ ടെക്നിക്കാലിറ്റി പറയാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അഡ്വാൻസ്ഡ് TNC ഇത് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ, പക്ഷേ ഉപയോഗിച്ച് നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ വില വരുന്നത് 12,000 രൂപ. ഞാൻ വാങ്ങിയത് 12,900 രൂപയ്ക്കാണ്. അത് കാർഡിൻ്റെ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അതിനും കുറഞ്ഞ് കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ ആ റേറ്റിന് വെറുത്താന്നാണ് ഞാൻ കേട്ടത്. സോ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് അയച്ചു നോക്കിയായിരുന്നു, പക്ഷെ ഉപയോഗിച്ചിട്ടില്ലാന്നുള്ളൂ. ഒരു സെക്കൻഡ് അൺബോക്സിങ് ആണിത്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് പേപ്പറും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് കുറച്ച് സ്റ്റിക്കേഴ്സ്, പിന്നെ യൂസർ മാനുവലാണ്. പാക്കിങ്ങിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള ലിസ്റ്റാണ്. ഇത് രണ്ടും നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇതാണ് മുതൽ. ഇതാണ് അതിൻ്റെ കേസ്, ചാർജിങ് കേസാണിത്. അയച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ബോക്സ് മാത്രം അയച്ചു നോക്കിയിരുന്നു. ഓക്കെ, ഒറ്റയ്ക്ക് കയ്യിൽ പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ബോക്സും പരിപാടിയും. ഹോളി ലാൻഡ് USB കണക്റ്റിംഗ് ആണ് ചാർജ് ചെയ്യാനുള്ളത്. സോ ഇതാണ് ട്രാൻസ്മിറ്ററും മൈക്കും വരുന്നത്. സോ ഇതെങ്ങനെ എന്താണെന്നുള്ളത് എനിക്ക് നോക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി സെറ്റാക്കിയിട്ട് തിരിച്ചു വരാം. ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. ബോക്സിൽ വരുന്ന ഐറ്റംസ് ഇത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. യൂസർ മാനുവലാണ്, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇത് രണ്ടും കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത് ഐഫോണിലേക്കും ആൻഡ്രോയിഡിലേക്കും ആയിരിക്കും. അതായത് ഐഫോണിൻ്റെ ലൈറ്റ്നിങ് കേബിളിലേക്ക് കണക്ട് ചെയ്യാനുള്ള സംഭവം. പിന്നെ ഇത് ആൻഡ്രോയിഡ് അല്ല, ഇപ്പം ഇറങ്ങുന്ന ഐഫോണിലേക്കും എല്ലാത്തിലേക്കും കണക്ട് ചെയ്യാനുള്ള USB ടൈപ്പ്. സോ ഇതെങ്ങനെയെന്താണെന്ന് ഞാൻ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് നോക്കി ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 കണക്റ്റാണ് വരുന്നത്. ഒന്ന് C ടൈപ്പ്, അത് പുതിയ ഐഫോണിലായാലും ഏത് ഫോണിലായാലും നമുക്ക് കണക്ട് ചെയ്യാം. ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഐഫോണിന് വേണ്ടി മാത്രമുള്ളതാണ് ലൈറ്റ്നിങ് കേബിൾ. ഓക്കെ, ഇപ്പോൾ എൻ്റെ കാണിക്കാനായിട്ട് ഈ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ കണക്ട് ചെയ്തിട്ട് ഫസ്റ്റ് കാണിക്കാം. ഇത് നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ ലൈറ്റും കാര്യങ്ങളൊന്നും കത്തിയിട്ടില്ല. ഈ TX1 TX2 എന്നുള്ളതുണ്ടോ, അത് 2 മൈക്കാണ്. ഇതിൽ 2 മൈക്ക് നമുക്ക് തന്നിട്ടുണ്ട്, 1 2. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ചാർജ് ചെയ്യുന്ന പോലെ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ 2 ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ, ആ ബ്ലിങ്ക് ചെയ്യുന്നത് പെയർ ചെയ്യാൻ വേണ്ടി ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു മൈക്ക് അങ്ങോട്ട് എടുക്കാം. ഇപ്പം ഇത് 2 ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഈ ബ്ലിങ്കിങ് എപ്പോഴാണോ സ്റ്റോപ്പ് ആവുന്നത് അപ്പോൾ ഇത് കണക്റ്റഡ് ആയെന്നാണ് അർത്ഥം. കണ്ടോ, ഇതിലെ ബ്ലിങ്കിങ് നിന്നു, ആ TX1 ബ്ലിങ്കിങ് നിന്നു. നമുക്കൊരു മൈക്കിൻ്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് മറ്റേ മൈക്ക് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്ലിങ്കിങ് നിന്നപ്പോൾ ഇത് പെയർ ആയെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളൊരു സംഭവമുണ്ട്.
അത് ഇതാണ് മാഗ്നറ്റ്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ഷട്ടിൽ ജസ്റ്റ് ഇത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് അവിടെ അങ്ങനെ കിടന്നോളൂ. എന്നിട്ട് ഈ മൈക്ക് എടുക്കുക, ഒട്ടി കണ്ടോ. ഇനി ജസ്റ്റ് ബട്ടൺസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ പ്രോപ്പറായിട്ട് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ മൈക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഈ ലൈറ്റ് കാണുന്നുണ്ടോ? ലൈക്ക് ഇത് ബ്ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് അല്ല എന്നാണ് അർത്ഥം. ബ്ലിങ്ക് ചെയ്യുമ്പോൾ ബ്ലിങ്ക് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ്. നീ ഒന്നും പണയണ്ട. അപ്പോൾ ഗൈസ് നമ്മുടെ മൈക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഈ ലൈറ്റ് കണ്ടോ? ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നില്ല. സോ അത് കണക്റ്റഡ് ആണ്, സ്റ്റേബിൾ ആണെന്നാണ് അർത്ഥം. ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് അല്ല. സോ അതേപോലെ തന്നെ നമ്മുടെ ട്രാൻസ്മിറ്ററിലും അത് ബ്ലിങ്ക് ചെയ്യാതെയാണ് നിൽക്കുന്നത്. സോ ഇനി ഇത് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ആ സംഭവം ഇതിൽ മാഗ്നറ്റ് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിടിച്ചു. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക് വെച്ചിട്ടാണ്. എനിക്കിനി ഫോണിൻ്റെ എത്ര 50 മീറ്റർ ദൂരത്ത് വരെ പോയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും. ആൻഡ് നോയ്സ് ക്യാൻസലേഷൻ സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് പക്കയായിട്ട് കണക്റ്റ് ആവുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ മൈക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഹലോ കേൾക്കുന്നുണ്ടാവും. സോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വരെ പോയി ഇപ്പോൾ ഈ ക്യാമറയിൽ നിന്ന് മറിഞ്ഞു പോയിട്ട് വേണമെങ്കിൽ വരാം. ഇപ്പോഴും അതേപോലെ തന്നെ കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. സെയിം ആയിട്ട് തന്നെ കേൾക്കുന്നുണ്ടാവും. സോ ഇനി ഈ മൈക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് സംസാരിച്ച് നോക്കാം. ഈ മൈക്കിന് ഞാൻ കണക്ഷൻ വിടിയിപ്പിക്കാൻ പോവാണ്. ഇനി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. സൗണ്ട് ഡിഫറൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഞാൻ ട്രാൻസ്മിറ്റർ വഴി. സോ ഇപ്പോൾ അത് കണക്റ്റഡ് അല്ല. ആൻഡ് ഇത് കണ്ടോ, ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇത് കണക്റ്റഡ് അല്ല. സോ ഇത് രണ്ടും ഊരിയിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഡിഫറൻസ് എത്രയുണ്ടെന്നുള്ളത് എനിക്കും അറിയില്ല, നോക്കിയാൽ തന്നെ അറിയുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്റ്റൻസിൽ പോയിട്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് കൂടി നോക്കിയേക്കാം. ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പം കേൾക്കുന്നതാണ് ഞാൻ മൈക്കില്ലാതെ നേരത്തെ നിന്ന് സെയിം ഡിസ്റ്റൻസിലേക്കുന്ന സൗണ്ട്. അപ്പം മനസ്സിലായിട്ടാവും വിചാരിക്കുന്നു. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. ഇനി അത് കേൾക്കുമെങ്കിൽ എനിക്ക് അറിയുള്ളൂ എത്ര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ല ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഭയങ്കര ഒരു ലോ ബേസ് സൗണ്ടിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ആ ബൂയ M1 എന്ന് പറയുന്ന മൈക്ക് മോശമെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അത് സജസ്റ്റ് ചെയ്യുന്നവരോട്, ബിഗിനേഴ്സിന് അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. നിങ്ങൾ മൈക്ക് യൂസ് ചെയ്യാതെ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, പക്ഷേ ഇത് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ആൻഡ് നോയ്സ് ക്യാൻസലേഷൻ പക്കയായിട്ട് വർക്ക് ആവുന്നുണ്ട്. ആൻഡ് ലോങ്ങിൽ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സംഭവം വെച്ച് കഴിഞ്ഞാൽ പക്കയായിട്ട് അത് ക്ലീൻ ആയിട്ട് കേൾക്കാൻ പറ്റും. ഇനി അങ്ങനത്തെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഔട്ട്ഡോർ സംഭവം എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തായാലും ഇത് വെർത്താണ്. ഈ പൈസയ്ക്ക് ഇത് വെർത്താണെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ. ലൈക്ക് ഞാൻ ഒരുപാട് മൈക്കുകൾ നോക്കിയിരുന്നു, അതൊന്നും വർക്കാവുന്നുണ്ടായിരുന്നില്ല. ആൻഡ് മോർ ഓവർ ഇതൊരു ബട്ടൺ സൈസേ ഉള്ളൂ. കണ്ടില്ല, ഇത്രയേ ഉള്ളൂ ഈ മൈക്കിൻ്റെ ഒരു സംഭവം. നമ്മുടെ നോർമൽ മൈക്കുകളൊക്കെ DJയുടെ മൈക്കുകളൊക്കെ ഈ സൈസ് ഉണ്ടാവും. പക്ഷേ അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. എന്നാലും ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു സൈസിന് സെറ്റ് സാധനമാണ്, വേറെ ഒന്നും നോക്കാനില്ല. സോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയിപ്പോൾ പുറത്തുള്ള വീഡിയോസൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയുടെ. എനിക്ക് ഇത്രയും ചെയ്യാനറിയുള്ളൂ. അല്ല, നമ്മളിപ്പോൾ ടെക് ചാനലിലോ പരിപാടിയൊന്നുമല്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളടുത്ത് ചെയ്യുന്നതായിരിക്കും.